ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പപ്പടം മെഴുക്കുവരട്ടിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് ഉണ്ടാക്കി നോക്കുക. ശരിക്കും എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടും. അപ്പോൾ സദ്യയൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ റെസിപ്പിയുടെ ഉണ്ടാക്കാനായിട്ട് എല്ലാവരും മറക്കരുത്. ഫസ്റ്റ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 10 പപ്പടമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ശരിക്കും ഒരു മീഡിയം സൈസ് നാടൻ പപ്പടമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വേണമെങ്കിൽ അപ്പളം, നമ്മുടെ തമിഴ്നാടിൽ നിന്നൊക്കെ കിട്ടുന്ന ആ വലിയ പപ്പടം അത് വെച്ചും ഉണ്ടാക്കാം. പക്ഷേ ഇതേ ടേസ്റ്റ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ നാടൻ പപ്പടത്തിൽ തന്നെ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നത്. അപ്പം ഞാനത് കത്രിക ഉപയോഗിച്ച് ഇച്ചിരി കുറച്ച് വലുതായിട്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. വേണമെങ്കിൽ ചിലരെന്ത് ചെയ്യുന്നറിയോ, ഈ പപ്പടം ഒന്ന് മുഴുവനായിട്ടൊന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം കൈവച്ചൊന്ന് പൊടിച്ചിട്ട് നമ്മുടെ ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാറുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യം എങ്ങനെയാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പപ്പടം ഫ്രൈ ചെയ്യാനായിട്ട് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. നമ്മൾ വെളിച്ചെണ്ണയിലാണ് ഈ വിഭവം ചെയ്തെടുക്കുന്നത്. നാടൻ റെസിപ്പി ആയത് കാരണം നമ്മൾ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആ എണ്ണ ചൂടാകുമ്പോഴേക്കും അതിലേക്ക് കുറച്ചായിട്ടിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക്. ശരിക്കും ഇത് നമ്മൾ തിരിച്ചിടേണ്ട ആവശ്യമില്ല. ശരിക്കും ഒരു സൈഡ് നമ്മൾ എണ്ണ കുറച്ചധികം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്ന് ഫ്രൈ ചെയ്യാൻ. ഇതൊരു കുഴിഞ്ഞൊരു ചെറിയ നമ്മുടെ പാനാണ് എടുത്തിട്ടുള്ളത്. അത് കാരണം കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്താലും നമുക്ക് ഒത്തിരി ഇങ്ങനെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ അങ്ങനെ ഓരോന്നും നമ്മൾ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ എല്ലാ പപ്പടവും നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ പപ്പടം എല്ലാം ഞാൻ നന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്തൊരു പാൻ എടുത്ത് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഈ എണ്ണ ഒന്ന് ചൂടാകുമ്പോഴേക്കും ഒരു 15 മുതൽ ഒരു 20 ചെറിയ ഉള്ളി കേട്ടോ, അത് ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ സ്ലൈസ് ചെയ്ത് ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിങ്ങനെ കട്ട് ചെയ്യാൻ മടിയാണെങ്കിൽ ഒന്ന് ചതച്ചെടുത്തിട്ട് വന്നാലും മതിയാവും. അത് നമ്മൾ ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് ഒന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റാക്കി എടുക്കണം കേട്ടോ. നന്നായിട്ട് വഴറ്റിയെടുക്കണം. എന്നാലേ അത് ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. ചെറിയ ഉള്ളിലേക്ക് ആകുമ്പോഴേക്കും പെട്ടെന്ന് നന്നായിട്ട് വഴന്ന് കിട്ടും. നമ്മളിപ്പോൾ ഇതിലേക്ക് ഈ ഉള്ളിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 2 നുള്ളി ഉപ്പ് മാത്രമേ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. കാരണം നമ്മുടെ പപ്പടത്തിൽ ഓൾറെഡി ഉപ്പിൻ്റെ അംശം ഉണ്ടായിരിക്കും. ഇനി അടുത്ത് ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില എടുത്തിട്ട് ഞാൻ ചെറുതായിട്ട് കുഞ്ഞായിട്ട് ഇങ്ങനെ കൈ കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് റോസ്റ്റാക്കി എടുക്കണം. അറൗണ്ട് ഒരു 10 മിനിറ്റ്സേ ആവത്തുള്ളൂ കേട്ടോ. ഈ റെസിപ്പി ഒന്ന് തയ്യാറാക്കി എടുക്കാനായിട്ട് വളരെ സിമ്പിളാണ്. പെട്ടെന്ന് നമുക്ക് ചോറിനൊക്കെ കറികളൊക്കെ ഇല്ലാതാവുമ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നമ്മൾ സവോളയൊക്കെ ഏതാണ്ട് നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1.5 ടീസ്പൂണോളം അളവ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ കാശ്മീരി മുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ സാധാരണ എരിവുള്ള മുളകാണെങ്കിൽ അതിനനുസരിച്ച് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ മുളക് പൊടി നന്നായിട്ട് അതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നന്നായിട്ട് നമ്മളൊന്ന് വഴറ്റിയെടുക്കണം. ശരിക്കും അതിൻ്റെ പച്ചമണമൊക്കെ നന്നായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട്. ഈ സമയമാണ് നമ്മളിതിലേക്ക് ഫ്ലെയിം ലോയിലാക്കി കൊടുത്തതിന് ശേഷം മാത്രം നമ്മളതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പപ്പടം ഇട്ട് കൊടുക്കുക. ഇത് ഇട്ട് കൊടുത്തിട്ട് പപ്പടം ഒന്ന് മിക്സാക്കി കൊടുക്കുക മാത്രമേ നമ്മൾ ചെയ്യേണ്ടുള്ളൂ. നമ്മുടെ റെസിപ്പി അപ്പോഴേക്കും തയ്യാറാവും. ഫ്ലെയിം നമ്മൾ ഓഫാക്കി കൊടുക്കുക. പപ്പടം ഇട്ട് ഒത്തിരി ഇങ്ങനെ ഇളക്കി അത് പൊടിച്ച് കളയേണ്ട ആവശ്യമില്ല. നമ്മളിങ്ങനെ കഴിക്കുമ്പോഴേക്കും ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. കാണാനും ഒരു ഭംഗിയാണ് ശരിക്കും പറഞ്ഞാൽ. ഇത് നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് എടുത്ത് കഴിക്കാൻ തോന്നും. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന നല്ല റെസിപ്പിയാണ്. പഴമയുടെ ഒരു നല്ല ഓർമ്മ തന്നെ ഈ റെസിപ്പി നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്. അപ്പോൾ എല്ലാവരുടെയും ഫീഡ്ബാക്കുകൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.